ഏറ്റവും ശക്തമായ ഒന്നാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ഒരു ചെറിയ ദ്വീപിൽ ജനിച്ച ഒരു ബാലൻ പിന്നീട് യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റിമറിച്ച വ്യക്തിയായി വളരുന്നു. അവൻ ഒരു സൈനികൻ മാത്രമല്ലായിരുന്നു, ഒരു തന്ത്രജ്ഞനായിരുന്നു, ഒരു ഭരണാധികാരിയായിരുന്നു. അതിന് മേലായി തന്റെ കാലഘട്ടത്തെ മുഴുവൻ സ്വാധീനിച്ച ഒരു ശക്തിയായിരുന്നു. പക്ഷെ നെപ്പോളിയന്റെ കഥ വെറും യുദ്ധവിജയങ്ങളുടെ കഥയല്ല, അത് ആഗ്രഹത്തിന്റെ കഥയാണ്. അത് ഒറ്റപ്പെടേണ്ട കഥയാണ്. സ്വയം തെളിയിക്കാൻ കത്തിയ മനസ്സിന്റെ കഥയാണ്. ഒരു സാധാരണ തുടക്കത്തിൽ നിന്ന് അസാധാരണ ഉയർച്ചയിലേക്ക് എത്തുന്ന ജീവിതത്തിന്റെ കഥയാണിത്. ഇന്ന് നാം നോക്കുന്നത് നെപ്പോളിയൻ എങ്ങനെ ജയിച്ചു, എങ്ങനെ രൂപപ്പെട്ടു, എങ്ങനെ ഫ്രാൻസിന്റെ രാഷ്ട്രീയ സൈനിക രംഗത്ത് ഉയർന്നു വന്നു, എങ്ങനെ ലോകം മുഴുവൻ അറിയുന്ന പേരായി മാറി എന്നുള്ള യാത്രയിലാണ് നമ്മൾ. 1769 ആഗസ്റ്റ് 15 മധ്യധാരണ സമുദ്രത്തിലുള്ള മനോഹരമായ ഒരു ദ്വീപാണ് കോക്സിക്ക. അവിടെ ഒരു ബാലൻ ജനിച്ചു. അവന്റെ പേര് നെപ്പോളിയൻ ബോണപ്പാർട്ട്. പക്ഷെ അവൻ ജനിച്ച ഭൂമി അന്ന് ശാന്തമായിരുന്നില്ല. കോക്സിക്ക രാഷ്ട്രീയ കലഹങ്ങളുടെ ഇടയിലായിരുന്നു. ഇറ്റാലിയൻ സ്വാധീനവും ഫ്രഞ്ച് നിയന്ത്രണവും തമ്മിൽ കുടുങ്ങിയൊരു പ്രദേശമായിരുന്നു അത്. അവിടെയുള്ള ജനങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്തുള്ള അഭിമാനം വളരെ ശക്തിയേറിയതായിരുന്നു. പുറത്തുനിന്ന് വന്ന ഭരണകൂടം വന്നാലും അവരുടെ മനസ്സ് എളുപ്പത്തിൽ കീഴടങ്ങിയില്ല. നെപ്പോളിയന്റെ കുടുംബം ഈ അന്തരീക്ഷത്തിലുള്ളതാണ്. അവന്റെ പിതാവ് കാർലോ ബോണപ്പാർട്ട് നിയമപഠനം ചെയ്ത ഒരാളായിരുന്നു. അവന്റെ അമ്മ ലെറ്റീഷ്യ വളരെ കരുത്തുറ്റ മനസ്സുള്ള സ്ത്രീയായിരുന്നു. കുടുംബജീവിതത്തിൽ ശാസനയും നിയന്ത്രണവും വളരെ പ്രധാനമാണെന്ന് അവൾ വിശ്വസിച്ചു. ഈ മാതൃസാന്നിധ്യം നെപ്പോളിയന്റെ സ്വഭാവത്തിൽ പിന്നീട് ശക്തിയെ പ്രതിവചിച്ചു. കുടുംബം ചെറിയൊരു മഹത്വം പുലർത്തിയെങ്കിലും അത് വലിയ സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ കുടുംബമല്ലായിരുന്നു. അതിനാൽ ബാല്യത്തിൽ തന്നെ നെപ്പോളിയൻ ജീവിതം എളുപ്പമല്ലെന്ന് തിരിച്ചറിഞ്ഞു. അധികാരം നേടണമെങ്കിൽ ശ്രമം വേണം, മുന്നേറണമെങ്കിൽ ശക്തി അയച്ച ശക്തി വേണം. ഈ ബോധം ആദ്യകാലത്ത് തന്നെ അവനിൽ വളർന്നു വന്നു. നെപ്പോളിയൻ ചെറുപ്പം മുതൽ തന്നെ മറ്റു കുട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു. അവൻ അധികം തുറന്നു പറഞ്ഞ് കളിച്ച് ചിരിച്ചു നടക്കുന്ന ഒരു കുട്ടിയല്ലായിരുന്നു. അവൻ കൂടുതൽ നിരീക്ഷിക്കുന്നവനായിരുന്നു, ചുറ്റുമുള്ള ആളുകളെയും സംഭവങ്ങളെയും. അവന്റെ ഉള്ളിൽ സ്വാഭിമാന ബോധം വളരെ ശക്തിയേറിയതായിരുന്നു. ഒരാൾ അവനെ ചെറുതായി കണ്ടാൽ അത് അവൻ എളുപ്പം മറക്കില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ഈ സ്വഭാവം അഹങ്കാരമായി തോന്നിയെങ്കിലും അതിന്റെ അടിയിൽ ഒരു കാര്യമുണ്ടായിരുന്നു: സ്വയം തെളിയിക്കണമെന്ന തീക്ഷ്ണമായ ഒരാഗ്രഹം. അമ്മയുടെ കർശനമായ അശാസനയും കുടുംബത്തിന്റെ സാഹചര്യം, കോസ്കിയയിലെ രാഷ്ട്രീയ സംഘർഷവും അവന്റെ ഈ ബാല്യത്തെ സാധാരണ ബാല്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തനാക്കി. അവൻ വളർന്നത് ഒരു ആശ്വാസ ലോകത്തിലല്ല. സംഘർഷം, തിരിച്ചറിയൽ, അഭിമാനം, അധികാരം